സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ ശബദിനെ കുറിച്ചാണ്. കാരണം ഇത് ആർക്കും അറിയത്തില്ല. അറിയാവുന്നവരോട് തന്നെ ഇത് നിസ്സാരമാക്കി കളയുക. ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചു. സകല ചരാചരങ്ങളൊക്കെയും സൃഷ്ടിച്ചതിന് ശേഷം ദൈവത്തെ ആരാധിക്കുവാനുള്ള ദിവസത്തെ ദൈവം വേർതിരിച്ചു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ പറയുന്ന വചനം ഇങ്ങനെ: ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്ന് അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ അനുഗ്രഹവും ശുദ്ധീകരണമുള്ളതായ ദിവസം 1-ാം ദിവസമല്ല, 7-ാം ദിവസം. 7-ാം ദിവസത്തേക്ക് കുറിച്ച് ദൈവം പറയുന്നത്: 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബദാകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബദ നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. അപ്പൊ ഈ 7-ാം ദിവസത്തെ അനുഗ്രഹം ശബദ നാളിന്റെ അനുഗ്രഹമാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. അപ്പോൾ ഈ 7-ാം നാളിൽ ദൈവത്തെ ആരാധിക്കരുതെന്നാണ് പിശാചിന്റെ നോട്ടം. ശബദ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കരുത്. കാരണം ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം വചനം പറഞ്ഞിരിക്കുന്നത് യെശയ്യാവിന്റെ പുസ്തകം 58-ന്റെ 13-14 പറയുന്നത്: നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബദിൽ നിന്റെ കാൽ അടക്കി വെച്ച് ശബദിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനി യോഗ്യമെന്ന് പറയുകയും നിന്റെ വേലയ്ക്ക് പോവുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളിച്ചിരിക്കും. അങ്ങനെ ദൈവത്തെ ആരാധിക്കുവാൻ അക്കാലത്ത് ഇസ്രായേൽ ജനത്തോട് ദൈവം കൽപ്പിച്ചു. അങ്ങനെ ശബദ ദിവസത്തിൽ അവർ ദൈവത്തെ ആരാധിച്ചു പോന്നു എന്ന് തിരുവചന സത്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ വന്നപ്പോൾ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. യേശുക്രിസ്തു വെളിപ്പെട്ടു. യേശുക്രിസ്തു വെളിപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? ദൈവത്തിന്റെ കൽപ്പന പ്രകാരം യേശുക്രിസ്തു ശബദ ദിവസത്തിൽ തന്നെ പള്ളിയിൽ പോയിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്: യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി. യേശു സ്നാനപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ശബ്ദം ഉണ്ടായി. ദൈവത്തിന്റെ അഭിഷേകം യേശുക്രിസ്തുവിന്റെ മേൽ വന്നു. ഈ അഭിഷേകം പ്രാപിച്ചിട്ട് യേശുക്രിസ്തു എങ്ങോട്ട് പോയി നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ന്റെ 16 വായിക്കുമ്പോൾ അവിടെ പറയുന്നത്: അവൻ വളർന്ന നസറത്തിൽ വന്നു ശബദിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. പുതിയ നിയമത്തിലും യേശുക്രിസ്തു ദൈവത്തിന്റെ കൽപ്പന പ്രകാരം തന്നെ ശബദ ദിവസത്തിൽ പള്ളിയിൽ പോയി. എന്നാൽ ഇന്ന് യേശുക്രിസ്തുവിനെ അനുകരിക്കുന്ന ആരും ശബദ ദിവസത്തിൽ പള്ളിയിൽ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിനെ അനുകരിക്കുന്നവരല്ല എന്ന് തന്നെ തിരുവചനം പറയുന്നു. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 2-ന്റെ 27-28 പറയുന്നത്: ഞാൻ ശബദിന്റെ കർത്താവാകുന്നു എന്ന് യേശു പറയാ. യേശുക്രിസ്തു ശബദിന്റെ കർത്താവ് എന്ന് പറയാൻ കാരണം എന്താണ്? ശബദ ദിവസത്തിൽ ദൈവം ശുദ്ധീകരിച്ചതായ ശബദ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഒരുവൻ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കണം. യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുന്ന ഒരു വ്യക്തി ദൈവം ശുദ്ധീകരിച്ചതായ ശബദ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ മാത്രമേ വിശ്വാസത്താൽ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുന്നുള്ളൂ. 1 യോഹന്നാൻ 2:7 പറയുന്നത്
യേശുവിന്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ ഒരു വ്യക്തി യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് ശബത് ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ പുതിയ നിയമത്തിലും യേശു ക്രിസ്തുവും തന്റെ ശിഷ്യന്മാരെല്ലാവരും ശബത് ദിവസത്തിൽ ദൈവ കൽപ്പന പ്രകാരം ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുവാൻ പോയിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ യേശു ക്രിസ്തു മരിച്ചു, മൂന്നാം നാൾ ഉയർത്തു, സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം അപ്പോസ്തലന്മാര് ഏത് ദിവസം ആരാധിച്ചതെന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 13:13-14 വായിക്കുമ്പോൾ അവരെ ആരാധിക്കാൻ പോയിരിക്കുന്നത് ശബത് ദിവസത്തിലായിരിക്കുന്നു. അപ്രകാരം തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 13:40-44 വാക്യം, അപ്പോസ്തല പ്രവൃത്തികൾ 16:11-14 വരെയുള്ള വാക്യം, അപ്പോസ്തല പ്രവൃത്തികൾ 17:1-2-3 വാക്യം, അപ്പോസ്തല പ്രവൃത്തികൾ 18:1-2-3-4 വാക്യം. ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ അവര് ശബത് ദിവസത്തിൽ ആ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കണം, ശബത് ദിവസത്തിൽ ദൈവത്തെ ആരാധിച്ചതായ ദൈവജനത്തിനു വേണ്ടി എഴുതി കൊടുത്തിരിക്കുന്ന വചനങ്ങളാണ് ഇന്ന് പല പേരുകളാൽ അറിയപ്പെടുന്ന സഭകൾ എടുത്തു വെച്ച് പ്രസംഗിക്കുന്നത്. അപ്പോ അന്ന് 7-ാം ദിവസത്തിൽ ആരാധിച്ചവരെ ഏഴാം ദിവസം ആരാധിച്ചവർക്ക് വേണ്ടി എഴുതി കൊടുത്തിരിക്കുന്നതായ തിരുവചനം ഇന്ന് 7-ാം ദിവസം ലംഘിച്ചിട്ട് 1-ാം ദിവസം ആരാധിക്കുന്നവർ എടുത്തു വെച്ച് പ്രസംഗിക്കുക. അങ്ങനെ പ്രസംഗിക്കുന്നുവെങ്കിൽ അവരും ഇവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? റോമർക്കെഴുതിയ ലേഖനം 15:11 പറയുന്നത്, ജാതികളെ അവന്റെ ജനത്തോട് ഒന്നിച്ച് ആനന്ദിപ്പീൻ. അതുപോലെ തന്നെ യെശയ്യാവിന്റെ പുസ്തകം 56:7 പറയുന്നത്, അന്യജാതിക്കാരെ എന്റെ ശബത്തിനെ അശുദ്ധമാക്കരുത്. അപ്പൊ നാം മനസ്സിലാക്കണം, ഇനി വരാൻ പോകുന്ന ഭൂമിയിൽ ഏത് ദിവസം ആരാധന എന്നറിയാമോ? വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ വായിക്കുമ്പോൾ ശബതി ദിവസത്തിൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നതായ ദൈവജനത്തിന് വേണ്ടി എഴുതി കൊടുത്തിരിക്കുന്ന വചനങ്ങളാണ് ഇന്ന് ശബത് ലംഘിച്ചിട്ട് 1-ാം ദിവസമായ സൺഡേ ആരാധിക്കുന്നവർ എടുത്തു വെച്ച് പ്രസംഗിക്കുന്നത്. അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടത്തില്ല. ഇവിടെ പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്നത് ശബത് ദിവസത്തിൽ ദൈവത്തെ ആരാധിച്ച ജനത്തിനു വേണ്ടിയ പരിശുദ്ധാത്മാവിനെ യേശു ക്രിസ്തു കൊടുത്തിരിക്കുന്നത്, അവരോട് ആ വാഗ്ദത്തം ചെയ്തത്. കാരണം പരിശുദ്ധാത്മാവ് ലഭിക്കണമെങ്കിൽ ഒരു കാര്യമുണ്ട്, ഏത് മനുഷ്യനും ലഭിക്കും, സത്യമാണ്. പക്ഷേ യേശു ക്രിസ്തു ഒരു വ്യവസ്ഥ, ഒരു കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഈ വ്യവസ്ഥ പ്രകാരമില്ലാതെ പരിശുദ്ധാത്മാവിനെ ആർക്കും കൊടുക്കത്തില്ല. എന്താ വ്യവസ്ഥ? യോഹന്നാന്റെ സുവിശേഷം 14:15-16 പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോ പരിശുദ്ധാത്മാവ് ലഭിക്കണമെങ്കിൽ ദൈവ കൽപ്പന അനുസരിക്കണം. ദൈവകൽപ്പനയിൽ ശബത് ലംഘിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ എങ്ങനെ കിട്ടും? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വചനം വായിക്കുമ്പോഴാണ് അന്ന് അക്കാലത്ത് പരിശുദ്ധാത്മാവിന് വേണ്ടി യേശു ക്രിസ്തു അവരോട് കാത്തിരിക്കാൻ പറഞ്ഞു. അന്ന് പെന്തിക്കോസ്ത് പെരുന്നാളിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, അവർ താന്താന്റെ ഭാഷകളിൽ സംസാരിച്ചു എന്നൊക്കെയും പറയുന്നുണ്ട്. പക്ഷേ 5-ാം വാക്യം ആരും വായിക്കത്തില്ല. 5-ാം വാക്യം പറയുന്നത് എന്താണെന്ന് അറിയാമോ? അന്ന് ആകാശത്തിന് കീഴിൽ സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്ന് പാർക്കുന്നതായ യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ശബത് ദിവസത്തിൽ ദൈവത്തെ ആരാധിച്ചിരുന്നതായ ഭക്തന്മാരാണ്. അല്ല, ഇന്ന് സൺഡേ ആരാധിക്കുന്നവരല്ല അവിടെ ഇരുന്നത്. അപ്പോൾ സൺഡേ ആരാധിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എങ്ങനെ ലഭിക്കും? ഇനി ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ പ്രകാരം ശബത് ദിവസത്തിൽ ദൈവത്തെ ആരാധിച്ചവർക്ക് വേണ്ടി ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം പറയുന്നത് എന്താ? ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. കാരണം ഈ ഭൂമിയിൽ ശബത് ദിവസത്തിൽ ദൈവത്തെ ആരാധിച്ചവരിൽ നിന്ന് ഒരു ശേഷിപ്പിന് ദൈവം ഈ ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ടോ? ഒരു ശബത് ദിവസം പോലും ലംഘിക്കാതെ യേശുവിനെ അനുകരിച്ചതായ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ വിളിക്കാനാണ് യേശു ക്രിസ്തു വരുന്നത്. കാരണം എന്താ? പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ശബത് ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നു എന്ന് തിരുവചനം പറയാം. യെശയ്യാവിന്റെ പുസ്തകം 66:22-23 പറയുന്നത്, ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ പേരും
നിങ്ങളുടെ സന്തതിയും നിലനിൽക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ അമാവാസി തോറും ശബത് തോറും സകല ജഡവും എന്റെ സന്നിധിയിൽ നമസ്കരിപ്പാൻ വരുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ശബത് ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നു എങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ ശബത്തിനെ ലംഘിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അവിടെ പ്രവേശിക്കാൻ കഴിയുമോ? ഒരൊറ്റ എണ്ണത്തിന് കയറ്റത്തില്ല. മിസ്രൈമിൽ കിടന്നതായ 6 ലക്ഷത്തി ചില്വാനം പേരെ ദൈവം കനാൻ നാട്ടിൽ മോശ മുഖാന്തരം കൊണ്ടുവന്നു. അപ്പോൾ കനാൻ നാട്ടിൽ എത്തേണ്ട സമയമായപ്പോൾ അവരെ കയറ്റിയില്ല. കാരണം എന്താ? അന്ന് ഇറങ്ങി തിരിച്ചവരിൽ നിന്ന് 2 പേരെ മാത്രമേ ദൈവം തിരഞ്ഞെടുത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് കയറാൻ പറ്റാത്തതിന്റെ കാരണം ചില പ്രാസംഗികന്മാരും പാസ്റ്റർമാരും പ്രസംഗിക്കുന്നുണ്ട്. അവര് വഴിയിൽ വെച്ച് പിറുപിറുത്തു, അവർ ഇറച്ചി കഷ്ണത്തിന് വേണ്ടി കടിയിൽ കൂടി എന്ന് പറഞ്ഞ് മനുഷ്യരെ തെറ്റിപ്പിക്കുക. കാരണം എന്താ? യെഹെസ്കേൽ പ്രവചനം 20:15 16 പറയുന്നത് അവരുടെ ഹൃദയം അവരുടെ വിഗ്രഹങ്ങളോട് ചേർന്നിരുന്നത് കൊണ്ട് അവർ എന്റെ വിധികളെ ധിക്കരിച്ചു, എന്റെ ചട്ടങ്ങളിൽ നടക്കാതെ എന്റെ ശബത്തുകളെ അശുദ്ധമാക്കിയിരിക്കയാൽ ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്തിരുന്നതും പാലും തേനും ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമേറിയതായ ദേശത്തേക്ക് ഞാൻ അവരെ കൊണ്ടുവരികയില്ല സത്യം എന്ന് യഹോവ മരുഭൂമിയിൽ വെച്ച് കൈ ഉയർത്തി സത്യം ചെയ്തു. കണ്ടോ? ശബത്ത് ലംഘിച്ചതിന്റെ ഒറ്റ കാരണത്താലാണ് അവർക്ക് കനാൻ നാട്ടിൽ കയറാൻ പറ്റാത്തതിന്റെ കാരണം. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു സ്വർഗീയ കനാനുണ്ട്, പുതിയ ആകാശവും പുതിയ ഭൂമിയും, അല്ലെങ്കിൽ ദൈവരാജ്യം എന്ന് പറയും. ഈ ദൈവരാജ്യത്തിൽ ശബത്ത് ലംഘിക്കുന്ന, ഈ ഭൂമിയിൽ ശബത്ത് ലംഘിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അവിടെ കയറാൻ പറ്റുമോ? അനുവദിക്കത്തില്ല. ഒറ്റ എണ്ണത്തിന് അനുവദിക്കത്തില്ല. എന്നാൽ ദൈവവചനം തെറ്റായിട്ടേ വരത്തുള്ളൂ പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ദൈവകൽപ്പന നാം പൂർണ്ണമായി അനുസരിക്കണം. ദൈവത്തിന്റെ 10 കൽപ്പന നാം പൂർണ്ണമായിട്ടും അനുസരിക്കുകയും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വരുന്നതായ ഭൂമിയിൽ പ്രവേശിക്കുവാൻ കഴിയുള്ളൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.